ആണോ? അങ്ങനെ അങ്ങനെ തോന്നിയാ? സന്തോഷം, സന്തോഷം, വളരെ സന്തോഷം. എത്രത്തോളം ഇമോഷണൽ ആണ് പറയാൻ പറ്റുന്നില്ല എനിക്കൊന്നും. ഫസ്റ്റ് ഷോ കഴിഞ്ഞില്ല, എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ? സന്തോഷം ഇത് എന്തൊക്കെയോ ഒരു അവസ്ഥയാണ്. സന്തോഷം എന്നല്ല, എന്തൊക്കെയോ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കഴിയുമ്പോഴൊന്നും സെറ്റിൽ ആവുള്ളൂ. ദിലീപേട്ടനെ വിളിച്ചിരുന്നു? ഇപ്പോൾ വിളിക്കണം. എന്താണ് എല്ലാവരും വിളിക്കണം എനിക്ക്. ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? വളരെ നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് കാണാൻ നോക്കുക. ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. കാരണം തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരു ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മാഡ്നസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഓഡിയൻസ് കാണുന്ന രീതിയിൽ തന്നെയാണ് വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്? ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ പരിപാടി. ഇതുവരെ മലയാളത്തിൽ ഇത്ര ടൈപ്പ് സാധനങ്ങൾ ചെയ്യാത്ത രീതിയിലുള്ള സാധനം ചെയ്യാന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയെന്നേ. ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലിഷ് ലുക്കിലും ഡാൻസും ഒക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. അപ്പം അങ്ങനെ ഒരു അപ്രോച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? എന്തിനും റെഡിയല്ലേ? എന്തും റെഡിയാണ്. നമ്മൾ പറഞ്ഞാൽ മതി, തരും. ഹാപ്പിയാണ്. അടിപൊളി പടം. ക്രിസ്മസിന് നമ്മുടെ സ്വന്തം ജനപ്രിയ ദിലീപേട്ടനും ലാലേട്ടനും വിനീതേട്ടനും ധ്യാനേട്ടനും എല്ലാവരും അടിപൊളി മാസം. ഇതിൽ കുഞ്ഞൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. അത് ലെങ്ത് കൂടിയത് കൊണ്ട് കട്ടായതാണ്. അത് ഉടൻ തന്നെ യൂട്യൂബിൽ പാട്ടായിട്ട് വരും. ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. അപ്പം എല്ലാവരും ക്രിസ്മസിന് നമ്മുടെ മൂവി ബെബെ കാണുക, അടിപൊളിയാക്കുക. ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ, ഇത്രയും വലിയൊരു ലാലേട്ടൻ ജനപ്രിയ നായകൻ, ഇവരുടെ എല്ലാവരുടെയും കൂടെ അതിലൊരു വേഷം എനിക്കും കിട്ടിയത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഏത് സെറ്റിൽ പോകണി നമ്മൾ ഭയങ്കര ചേർത്ത് പിടിക്കും. അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് നമ്മുടെ പടം കാണുക, ബെബെ കാണുക, വിജയിപ്പിക്കുക. അടിപൊളി പടമാണ്. തിയേറ്ററിൽ വന്ന ഈ പടത്തിൽ ഉണ്ട്. അത് ബാക്കിയൊന്നും ഞാൻ പറയില്ല. എന്തായാലും എല്ലാം വെറൈറ്റിയാണ്. ഓരോ സീനും തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് കാണുമ്പോൾ ഓരോ ഭയങ്കര എനർജിയും രസമാണ്. എല്ലാവരും വരിക, സിനിമ കാണുക, വിജയിപ്പിക്കുക. സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ കയറ്റ് 3-ാമത്തെ ദിവസം ജനപ്രിയ നായകൻ ദിലീപേട്ടനും എൻ്റെ തോളിൽ കയറ്റും. ആ ഫോട്ടോ ഉടൻ തന്നെ വരും, കോസ്റ്റ്യൂമിലായതുകൊണ്ടാണ്. അപ്പോൾ അത് വരുന്ന ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇത്രയും വലിയൊരു പടത്തിൽ ഞാനൊരു ഭാഗവും, ഇത്രയും വലിയ പ്രൊഡക്ഷൻ, ഇത്രയും വലിയ ഒരു ക്രൂവിൽ ഞാനൊരു ഭാഗമായത്. സീനിൽ ലെങ്ത് ആയതുകൊണ്ട് കട്ടായി. അത് ഉടൻ തന്നെ യൂട്യൂബിൽ വരും. ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് ചേച്ചി. ഇത്രയും വലിയ ലാലേട്ടനും ദിലീപേട്ടനും വിനീതേട്ടനൊക്കെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. എൻ്റെ ഒരു ഗുരുവെന്ന് തന്നെ പറയാം. അതുപോലെ ധ്യാനേട്ടനെ അറിയാം. ഒരുപാട് ഹാപ്പിയാണ്. പടം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. നിങ്ങൾക്ക് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടം ഇഷ്ടമായെങ്കിൽ ഈ പടം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പടം തന്നെ നോ ലോജിക്, ഒള്ളി മാജിക്. ദിലീപേൻ്റെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു പടം. അത്രയൊക്കെ മതി. കൂടുതൽ അടിപൊളി പടമായിരുന്നു. എന്താ ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. ചുമ്മാ ബോറടിച്ചിരിക്കാനൊന്നും ഉണ്ടായില്ല. എന്താ പറയാ, മറ്റേ ഗുഡ് ബാഡ് അഗ്ലി ഒക്കെ പോലത്തെ സെലിബ്രേഷൻ പടമാണ്. പിന്നെ ലാലേട്ടനും ദിലീപിനും അവരിഷ്ടപ്പെടുന്നവർക്ക് ആഘോഷിക്കാനുള്ളതുണ്ട്. ലാലേട്ടൻ്റെ കുറേ റെഫറൻസ് വെച്ച് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ റെഫറൻസ്, അങ്ങനെ മീമൊക്കെ ഉള്ള റെഫറൻസ് ഉണ്ട്. ദേവിജിയുടെ ആയാലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. മൊത്തത്തിലൊരു പാക്കേജ് നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തിയേറ്റർ വാച്ചാണ്. ഇത് ടി വിയിലും മറ്റേ OTT കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് പാടാന്ന് തോന്നും. തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പാടാണ്. അല്ലാണ്ട് ടി വി കണ്ടു കഴിഞ്ഞാൽ അത്ര പോരാന്നൊക്കെ തോന്നും. അല്ലാണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ, ഫാൻസിൻ്റെ ഒക്കെ കൂടെ ഇരിക്കാനാണെങ്കിൽ അടിപൊളി പടമാണ്. അഴിഞ്ഞാട്ടം തന്നെ പറയാല്ല, അതിനകത്ത് പറയണ പോലെ. പിന്നെ ലോജിക്കൊന്നും നോക്കരുത്.